വീഡിയോസിലെല്ലാം നമ്മൾ പറഞ്ഞിരുന്നത് ഒരു ബിഗിനേഴ്സ് ട്രേഡ് അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളെ കുറിച്ചായിരുന്നു അല്ലേ? അതായത് മൂവിംഗ് ആവറേജിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, ഇമോഷൻസിനെ കുറിച്ച്, ഡിസിപ്ലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു അല്ലേ? എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾ ട്രേഡിങ്ങിലോട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഐഡന്റിഫൈ ചെയ്ത് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിമ്പിൾ ട്രേഡിംഗ് സ്ട്രാറ്റജിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഫ്ലാഗ് പാറ്റേൺ എന്ന് പറയുന്ന ഒരു എൻട്രി മെത്തേഡിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ഫ്ലാഗ് പാറ്റേൺ? അതായത് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൽ നിങ്ങൾ ഇത്രയും കാലം വാച്ച് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ചില സമയങ്ങളിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്ന ഒരു ഡയറക്ഷൻ, ഒരു മെത്തേഡ് ഉണ്ട്. അതായത് റാലി ബേസ് റാലി എന്ന് പറയുന്ന ഒരു മൂവ്മെന്റിലാണ് മാർക്കറ്റ് ചില സമയത്ത് മൂവ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള മൂവ്മെന്റിനെ ക്യാച്ച് ചെയ്യുന്ന ഒരു മെത്തേഡിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്ലാഗ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഫ്ലാഗ് പാറ്റേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉദാഹരണത്തിന് നിങ്ങൾ ഇത്രയും കാലം മാർക്കറ്റ് വാച്ച് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മാർക്കറ്റ് ഒരിക്കലും ഒരു സിംഗിൾ ഡയറക്ഷനിലോട്ട് ആവില്ല മൂവ് ചെയ്യുന്നത്. മാർക്കറ്റ് ഒരിക്കലും ഒരു ഇത്തരത്തിലുള്ള ഫ്ലാറ്റ് മൂവ്മെന്റ് ആവില്ല. ഒന്നും മുകളിലോട്ട് പോയി ഒരു ഇമ്പൾസീവ് മൂവ് തന്ന്, ഒരു കറക്റ്റീവ് മൂവ് തന്ന്, ഒരു ഇമ്പൾസീവ് മൂവ് തന്ന്, ഒരു കറക്റ്റീവ് മൂവ്, ഇത്തരത്തിലാവും മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ടാവുക, മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള റാലി ബേസ് റാലി മൂവ്മെന്റ്സിനെ ക്യാച്ച് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് പ്രധാനമായിട്ടും ട്രേഡിങ്ങിൽ രണ്ട് മെത്തേഡ് ഓഫ് എൻട്രികളുണ്ട് അല്ലേ? അതായത് മാർക്കറ്റ് മുകളിലോട്ട് പോകുമെന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ബുള്ളിഷ് ആവുമെന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ടുള്ള ബുള്ളിഷ് എൻട്രികളും, അതേപോലെ തന്നെ മാർക്കറ്റ് താഴോട്ട് പോവാം എന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ടുള്ള ബിയറിഷ് എൻട്രികൾ. അപ്പോൾ മാർക്കറ്റിൽ ഇതേപോലെ തന്നെ രണ്ട് ഫ്ലാഗ് പാറ്റേൺസ് ആണ് നമുക്ക് കാണാൻ, അല്ലെങ്കിൽ ഫ്ലാഗ് എൻട്രീസ് ആണ് നമുക്ക് കാണാൻ പറ്റുക. ഒന്ന് മുകളിലോട്ട് പോകുന്ന ബുള്ളിഷ് ഫ്ലാഗും ഒന്ന് താഴോട്ട് പോകുന്ന ബിയറിഷ് ഫ്ലാഗും. അപ്പോൾ എന്താണ് ഈ ഒരു ഫ്ലാഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ജസ്റ്റ് ഇവിടെ നോക്കുക. ചില സമയത്ത് മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, ഒന്ന് മുകളിലോട്ട് മൂവ് ചെയ്തിട്ട് അതിന് ശേഷം ഒരു റാലി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് ഒരു ചെറിയൊരു രീതിയിൽ കൺസോൾട്ടേഷനോ അങ്ങനെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്നു, മേ ബി നിങ്ങൾ കണ്ടോ അല്ലേ? എന്നാൽ ഈ ഒരു രൂപത്തെയാണ് നമ്മൾ ഫ്ലാഗ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ നോക്കി ഒരു ഇമ്പൾസീവായി മൂവ് ചെയ്തതിന് ശേഷം പിന്നെ ഈ ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ, അല്ലെങ്കിൽ ചെറിയൊരു കൺസോൾട്ടേഷൻ ഫേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇനി എന്നാണോ ഈ കൺസോൾട്ടേഷൻ ബേസിനെ അല്ലെങ്കിൽ ഈ ഒരു ഏരിയനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നത്, ആ ബ്രേക്ക് ചെയ്യുന്ന ഈ ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബൈ എൻട്രി പുഷ് ചെയ്യാൻ പറ്റും. ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, ഒരു റാലി ക്രിയേറ്റ് ചെയ്യുന്നു, പിന്നെ ഒരു ബേസ് ആവുന്നു, ഒരു കൺസോൾട്ടേഷൻ ആവുന്നു, വീണ്ടും റാലി ക്രിയേറ്റ് ചെയ്യും എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എൻഡുകൾ പുഷ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ബ്രേക്ക് ചെയ്യുന്ന, ഈ ഒരു കൺസോൾട്ടേഷനെ ബ്രേക്ക് ചെയ്യുന്ന ഈ ഏരിയ ഒരു ഇമ്പൾസീവ് ആയിട്ട് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ആയിരിക്കണം. അതാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മേജർ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇനി ബിയറിഷ് ആണ് എന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, താഴത്തോട്ട് എന്ത് ചെയ്യുന്നു, ഒരു റാലി ക്രിയേറ്റ് ചെയ്യുന്നു, അതിനുശേഷം എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ചെറിയ രീതിയിൽ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു കൺസോൾട്ടേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്ത് രൂപം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഫ്ലാഗ് രൂപം, ഒരു ഫ്ലാഗ്, നമ്മളൊരു പതാക എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു ഫ്ലാഗിൻ്റെ രൂപം എന്തായിട്ടുണ്ട്, ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് അല്ലേ? ഇനി എന്നാണോ ഈ ഫ്ലാഗിനെ താഴത്തോട്ട് ബ്രേക്ക് ചെയ്യുന്നത്, അതായത് ഈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിയറിഷ് ക്യാൻഡിൽ കൊണ്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സെൽ എൻട്രി പുഷ് ചെയ്യാൻ പറ്റും. നിങ്ങളിവിടെ നോക്കൂ, ഒരു റാലി ക്രിയേറ്റ് ചെയ്തു, ഒരു ബേസ് ക്രിയേറ്റ് ചെയ്തു, വീണ്ടും എന്ത് ചെയ്യുന്നു, റാലി ക്രിയേറ്റ് ചെയ്യുന്ന അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നവ, നമ്മൾ എൻഡുകൾ പുഷ് ചെയ്യുന്നുണ്ടാവുക. ഇത്തരത്തിലുള്ള ക്യാൻഡിൽസിനെയാണ് നമ്മൾ, ഇത്തരത്തിലുള്ള മെത്തേഡിനെയാണ് നമ്മൾ ഫ്ലാഗ് പാറ്റേൺ എന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, മേജറായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ജസ്റ്റ് ലൈക്ക് ജസ്റ്റ് ഇവിടെ നോക്കുക. നമ്മൾ ഈ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ യൂറോ USD ആണ് എടുത്തിട്ടുള്ള ചാർട്ട്, 1 hour ചാർട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കി മാർക്കറ്റ് എന്ത് ചെയ്തു, ജസ്റ്റ് മാർക്കറ്റ് എന്ത് ചെയ്തു, മുകളിലോട്ട് പോയിട്ട് എന്ത് ചെയ്തു, ഒരു ജസ്റ്റ് ഒരു റാലി ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്നാണ് ഈ കൺസോൾട്ടേഷൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നത് കണ്ടോ, ഈ സ്ട്രോങ് ആയിട്ടുള്ള ഈ ബുള്ളിഷ് ബ്രേക്ക് നടക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യായിരുന്നു, എൻട്രി പുഷ് ചെയ്യായിരുന്നു. ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നിടത്ത് നമ്മൾ എൻട്രി പുഷ് ചെയ്യും. സ്റ്റോപ്പ് ലോസ് എപ്പോഴും വെക്കുന്നുണ്ടാവുക ഈ ക്യാൻഡിൽസിൻ്റെ അടിയിലോട്ടാവും. നമ്മളൊരു 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ എന്ത് ചെയ്യുന്നുണ്ടാവും, ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. നമുക്ക് വളരെ സിമ്പിളായിട്ട് എത്ര ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഉദാഹരണത്തിന് വേറെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ഒന്നും കൂടി നോക്കുകയാണെങ്കിൽ ലൈക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ നോക്കാം. അതായത് മാർക്കറ്റ് എന്ത് ചെയ്തു, ജസ്റ്റ് ഒരു റാലി ക്രിയേറ്റ് ചെയ്തു, ഒരു ബിയറിഷ് റാലി ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതിന് ശേഷം ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഫ്ലാഗ്, ഒരു കൺസോൾട്ടേഷൻ ഫേസ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് എന്ത് ചെയ്തു, ഇതിനെ താഴത്തോട്ട് എന്ത് ചെയ്തു, നല്ലൊരു ബിയറിഷ് ക്യാൻഡിൽ കൊണ്ട് എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഉടനെ നമ്മൾ എന്ത് ചെയ്യും, എൻട്രികൾ പുഷ് ചെയ്യും. സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യും, ഈ ക്യാൻഡിൽസിൻ്റെ മുകളിലോട്ട് വെക്കും. 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മൾ ക്യാച്ച് ചെയ്യുന്നുണ്ട്. 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ എന്ത് ചെയ്തു, ഇത് നമുക്കൊരു ബിയറിഷ് ഫ്ലാഗ് ആണ്. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ബുള്ളിഷ് ഫ്ലാഗ് ആണ്. ഇനി ഉദാഹരണത്തിന് വേറെ കുറച്ചുകൂടി എക്സാമ്പിൾസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് കുറച്ചുകൂടി എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഉദാഹരണത്തിന് ജസ്റ്റ് ഇവിടെ ഒന്ന് നോക്കുക. ഇവിടെ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ളതില്ല. ജസ്റ്റ് ഇപ്പോൾ ഇവിടെ ഒന്ന് ജസ്റ്റ് നോക്കുക.
മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു മൂവ് ക്രിയേറ്റ് ചെയ്തു, അതായത് ഒരു ബിയറിഷ് ആയിട്ടുള്ള ഒരു മൂവ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്തു, ഒരു ചെറിയ രീതിയിലൊരു ഫ്ലാഗ് എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഭയങ്കര ഇമ്പൾസീവ് ആയിട്ടുള്ളൊരു മൂവ് എന്ത് ചെയ്തു, മാർക്കറ്റ് താഴത്തോട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ എന്ത് ചെയ്തു, ക്യാൻഡിൽ ക്ലോസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ എൻഡുകൾ പുഷ് ചെയ്യും, സ്റ്റോപ്പ് ലോസ് ചെയ്തതിന് മുകളിൽ വെക്കും, ക്യാൻഡിലിന് മുകളിൽ വെക്കും. ഒരു 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മൾ ക്യാച്ച് ചെയ്യുന്നുണ്ടാവുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് എത്ര ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഒരു 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇവിടെ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് എന്തെങ്കിലും ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവ് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്തു, ഒരു ഫ്ലാഗ് പാറ്റേൺ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് ക്രിയേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്. ഈ ഫ്ലാഗ് പാറ്റേൺ വളരെ ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കൊണ്ട് എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. ഈ ബ്രേക്ക് ചെയ്തോടെ നമ്മൾ എന്ത് പുഷ് ചെയ്യും, ഒരു ബൈ ആൻഡ് പുഷ് ചെയ്യും, സ്റ്റോപ്പ് ലോസ് ഇതിനടിയിലോട്ട് വെക്കും. 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മൾ ക്യാച്ച് ചെയ്യുന്നുണ്ടാവുക. കറക്റ്റ് എത്ര കിട്ടി, നമുക്കൊരു 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ കിട്ടി. അപ്പോൾ ഒരു ബിഗിനർ ട്രേഡർ എന്ന നിലയിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ് ഈ ഫ്ലാഗ് എൻട്രി മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2 എൻട്രി മെത്തേഡുകൾ മേജറായിട്ടുണ്ടാവുക. ഒന്ന് ബുള്ളിഷ് ഫ്ലാഗുകൾ ഉണ്ടാവും, ബിയറിഷ് ഫ്ലാഗുകൾ ഉണ്ടാവും. മാർക്കറ്റ് എപ്പോഴും ഒരു റാലി പിന്നെ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യുക, വീണ്ടും ആ റാലി ക്രിയേറ്റ് ചെയ്യും എന്നൊരു അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എൻട്രികൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫോക്കസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ബേസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ താഴത്തോട്ടാണെങ്കിൽ ബ്രേക്ക് ചെയ്യുന്നത് ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിയറിഷ് ക്യാൻഡിൽ ആവണം. ഇനി മുകളിലോട്ടാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ആവണം. ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഉടനെ നമ്മൾ എന്ത് എൻട്രികൾ പുഷ് ചെയ്യും, ആ ക്യാൻഡിലെ തൊട്ട് താഴെ എന്ത് ചെയ്യും, നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കും. അപ്പോൾ ഇത്തരത്തിൽ വളരെ സിമ്പിളായിട്ട് ഒരു ബിഗിനേഴ്സിന് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് എന്ന് പറയുന്നത് ഈ ഫ്ലാഗ് എൻട്രി മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്രേഡിങ്ങിലോട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ട്രേഡിങ്ങിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരുപാട് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന കാണാവുന്നതാണ്. ഇനി ഇതിനേക്കാൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രേഡിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.